വിശ്വമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് തിരുസഭയിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ രാജ്ഞിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. 1925 ക്രിസ്തുരാജൻ്റെ തിരുനാൾ സഭയിൽ ആഘോഷിക്കാൻ തുടങ്ങിയ സമയം മുതൽ, ഔദ്യോഗികമായി അത് പറഞ്ഞ സമയം മുതൽ സഭയിലെ ഒത്തിരിയേറെ ആളുകൾ അവർ ഏറെ സന്തോഷത്തോടെ ഈ ഒരു തിരുനാളും ആഘോഷിക്കുവാനായിട്ട് സ്വർഗാരോപണ തിരുനാൾ കഴിഞ്ഞ് വരുന്ന 8ാമത്തെ ദിവസം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ രാജ്ഞിത്വത്തിൻ്റെ തിരുനാൾ, അതായത് ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും രാജ്ഞിയായ പരിശുദ്ധ അമ്മ അവരോധിക്കപ്പെട്ടതിൻ്റെ ആ ഒരു തിരുനാൾ. നമ്മളിന്ന് ഈ ഒരു തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ സംസ്വീകരിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ഇതുപോലെ ദൈവകൃപ നിറഞ്ഞ ഒരു വലിയ അനുഭവം ഉണ്ടാകും. പരിശുദ്ധ അമ്മയെ നോക്കി ഗബ്രിയേൽ ദൈവദൂതൻ പറഞ്ഞ കാര്യമാണ്, നന്മ നിറഞ്ഞവളെ, അല്ലെങ്കിൽ കൃപ നിറഞ്ഞവളെ സ്വസ്തി. കർത്താവിൻ്റെ കൃപയിൽ നിറഞ്ഞ് ജീവിച്ചിരുന്നവളാണ് പരിശുദ്ധ അമ്മ. അതായത് ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുക്കലേക്ക് വരുന്ന സമയം വരെ അതുവരെ കൃപയിൽ നിറഞ്ഞൊരു ജീവിതമാണ്. അതായത് ദൈവത്തോട് ചേർന്ന് ദൈവാശ്രയ ബോധത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മ. ഗബ്രിയേൽ ദൈവദൂതൻ വന്ന മംഗളവാർത്ത അറിയിച്ചു. മറിയത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു മംഗളവാർത്തയൊന്നും ആയിരുന്നില്ല. പക്ഷേ മംഗളവാർത്തയാകുന്നത് ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ ജീവിത സാഹചര്യങ്ങളെ നോക്കിക്കാണുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. നമ്മുടെയൊക്കെ കണ്ണുകളിലൂടെയും നമ്മുടെയൊക്കെ കാഴ്ചപ്പാടുകളിലൂടെയും ജീവിതത്തിലെ ചില കാര്യങ്ങളെയൊക്കെ നമ്മൾ നോക്കാൻ തുടങ്ങുമ്പോൾ അവിടെയൊക്കെ സംഭവിക്കുന്നൊരു കാര്യമുണ്ട്. അയ്യോ, ഇത് എൻ്റെ ജീവിതത്തിൽ വലിയ ഭാരയായിട്ട് മാറുമോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇതൊരു വലിയൊരു തകർച്ചയാണല്ലോ, ഇനി സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയൊക്കെയാണല്ലോ എന്നുള്ള ചിന്തകളൊക്കെ പലപ്പോഴും നമ്മളെ പുറകോട്ട് വലിക്കും. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും സ്വന്തം കണ്ണുകളിലൂടെ കണ്ടിരുന്നെങ്കിൽ ഇത് ഒരു സഹനവാർത്തയായിട്ട് മാറിയാൻ. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണാനായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഗബ്രിയേൽ ദൈവദൂതൻ പറഞ്ഞ ആ ഒരു കാര്യം അതൊരു മംഗളവാർത്ത, അതായത് ക്രിസ്തുവിനെ ലോകത്തിലേക്ക് നൽകുവാനായിട്ടുള്ള ഒരു വലിയ കർത്തവ്യമാണ് തനിക്ക് ലഭിച്ചതെന്നുള്ള കൃത്യമായി മനസ്സിലാക്കുന്ന പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കൃപ നിറഞ്ഞൊരു അനുഭവം നിൽക്കുമ്പോഴാണ് ഇതുപോലെ ക്രിസ്തുവിനെ നമുക്ക് കൊടുക്കാൻ പറ്റുക. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു വലിയ ദൗത്യം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ക്രിസ്തുവിനെ എല്ലാവർക്കും നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, വൈദ്യുതിയൊക്കെ നമ്മൾ അതുണ്ടാക്കിയെടുത്ത് ശേഖരിച്ച് വെച്ചാൽ മാത്രം പോരാ, അത് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ വിളക്കുകളായിട്ട് അല്ലെങ്കിൽ ബൾബ് തിരികളായിട്ടൊക്കെ കത്തണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് ചാലകങ്ങൾ ആവശ്യമാണ്, കണ്ടക്ടേഴ്സ്. അതായത് ഈ വൈദ്യുതി കടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ നല്ല ചാലകങ്ങൾ ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ സ്വിച്ച് ഇട്ട് കഴിയുമ്പം കറണ്ട് ഉണ്ടായിട്ട് കാര്യമില്ല, അത് ഈ വയറിലൂടെ വേണം ഇത് കടന്നു പോകാൻ വേണ്ടി. നല്ല ചെമ്പ് കമ്പികളിനകത്തൂടെ ഈ വൈദ്യുതി കടന്നു ചെന്നിട്ടാണ് ഇത് നമ്മൾ ലൈറ്റിലൊക്കെ ചെല്ലുന്നത്. അപ്പോൾ അത് കടന്നു ചെല്ലണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു ചാലകങ്ങൾ ആവശ്യമാണ്. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കൃപകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുദിനം സ്വീകരിച്ച് ഓരോ വിശുദ്ധ കുർബാനയിലും കർത്താവിൻ്റെ കൃപ സ്വീകരിച്ച് നമ്മുടെ ജീവിതങ്ങളും ഈ ഒരു ചാലകങ്ങളായിട്ടുമാണ്. അതായത് ദൈവ കൃപ സ്വീകരിച്ച് ഇതിനെ എല്ലാവരിലേക്കും എത്തിക്കുന്ന ചാലകങ്ങളായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറണം. അവിടെയാണ് നമ്മുടെ ജീവിതം ഏറ്റവും കൂടുതൽ ധന്യമാക്കപ്പെടുന്നത്. ഇതുപോലെ തൻ്റെ ജീവിതം മുഴുവനും ഇതുപോലെ ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായി ലഭിച്ച് അത് മുഴുവനും ചാലകങ്ങളായി എല്ലാവർക്കും എത്തിച്ചു കൊടുത്ത പരിശുദ്ധ അമ്മയെയാണ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായിട്ട് ദൈവം സ്വീകരിക്കുന്നത്. പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ ജീവിതവും ഇതുപോലെ ദൈവത്തെ എല്ലാവർക്കും കൊടുക്കാനായിട്ടുള്ള ഒരു ചാലകങ്ങളാക്കി മാറ്റിയെടുക്കുമ്പോൾ ദൈവം നമ്മളിൽ സമൃദ്ധമാകുകയും നമ്മുടെ ജീവിതം പോലും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറും. നമ്മുടെ സാന്നിധ്യം പോലും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറും. ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, നിൻ്റെ കൃപയുടെ ചാലകങ്ങളായി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ. നിൻ്റെ കൃപയുടെ ചാലകങ്ങളായി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ. ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ ജോലി മേഖലകളിൽ നിൻ്റെ സ്നേഹവും കരുണയും ഒക്കെ കൊടുക്കുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തനാക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം അതിന് വേണ്ട എല്ലാ കൃപകളും നമുക്ക് തരികയും വിശുദ്ധ കുർബാനയിൽ ആ കൃപകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
ആമേൻ.